ഹലോ, വെൽക്കം ടു നീംസ് ക്ലാസ് റൂം. ഇന്ന് നമ്മൾ LSS ഒരു ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. മെയ് 2021 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. നമുക്ക് 10 മാർക്സിനാണ്. 7th ക്വസ്റ്റ്യൻ ആണ് അവിടെ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അന്നാസ് ആൻഡ് അരുന്ധതി വാസ് സിറ്റിംഗ് ഇൻ ആൻ ആം ചെയർ. അന്ന വാസ് സിറ്റിംഗ് ബിസൈഡ് ദ വിൻഡോ. ഷി സോ എ വുമൻ കമ്മിങ് ടു their house. Her face was covered with a cloth. Anna couldn't identify her. "Who's coming to our house?" she asked. "She's a health worker," Aunt said. "Here's a notice from District Medical Officer to prevent COVID-19. The health worker handed a notice to Arundhati. "Please come inside," Arundhati invited her. "Sorry, I can't get in. We have to keep social distance," she said. Anna started reading the notice. ഇനി നമുക്ക് നോട്ടീസ് എങ്ങനെയാണ് എഴുതാൻ നോക്കാം. അപ്പോൾ ആ റെക്റ്റാങ്കുലർ ബോക്സിൽ വേണം നിങ്ങൾ എഴുതാൻ. അവിടെ നോട്ടീസ് എന്ന് ഹെഡിങ് കൊടുക്കുക. പിന്നെ ആരാണ് ഇത് അയക്കുന്നത്? ഡിസ്ട്രിക്റ്റ് മെഡിക്കൽ ഓഫീസറാണ് അല്ലേ. അപ്പോൾ അത് എഴുതുക. പിന്നെ ഏത് സ്ഥലമാണ്, അത് ഏത് ഡിസ്ട്രിക്റ്റ് വേണമെങ്കിലും പേര് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇവിടെ ഞാൻ എക്സാമ്പിളായിട്ട് കോഴിക്കോട് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണിത്? പ്രിവെൻറ്റ് ചെയ്യാണ്. COVID-19 പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലേ, വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ സൂക്ഷിക്കണം എന്നാണ് മെഡിക്കൽ ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു നോട്ടീസാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിവെൻറ്റ് COVID-19 ആണ് അവിടെ കൊടുക്കേണ്ടത്. പിന്നെ ഡിയർ പീപ്പിൾ എല്ലാവരും അഡ്രസ്സ് ചെയ്യുക. എന്നിട്ട് ഷോർട്ടായിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം നോട്ടീസ്. കുറേ വലിയ സെൻറ്റൻസ് എഴുതി പോകരുത്. ആൾക്കാർക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവണം. ആ രീതിയിലാണ് നോട്ടീസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ടു പ്രിവെൻറ്റ് COVID-19 ഓൾ ഷുഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ്. ഈ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ എല്ലാവരും ഫോളോ ചെയ്യണം. വാഷ് ഹാൻഡ്സ് ഫ്രീക്വൻ്റ്ലി വിത്ത് സോപ്പ്. യൂസ് മാസ്ക്. കീപ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഹാൻഡ്സ് വാഷ് ചെയ്യുക സോപ്പായിട്ട്. പിന്നെ എന്ത് ചെയ്യണം? മാസ്ക് ഉപയോഗിക്കുക. പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് നമ്മൾ ഉണ്ടാവണം. സാനിറ്റൈസർ ഉപയോഗിക്കുക ആവശ്യമുള്ളപ്പോഴൊക്കെ. COVID-19 സിംറ്റംസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ COVID-19 ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് SD സൈൻഡ് ബൈ മെഡിക്കൽ ഓഫീസർ അതും കൂടി ചെയ്താൽ നിങ്ങളെ നോട്ടീസ് കംപ്ലീറ്റായി. 3 മാർക്സും നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അടുത്തതൊരു റിഡിലാണ്. ആൻസർ ദ റിഡിൽ. ഐ ആം എ ലിക്വിഡ്. ഐ ഹാവ് എ പ്ലസൻറ്റ് സ്മെൽ. ഇഫ് യു യൂസ് മീ യു വിൽ ബി സേഫ്. കൊറോണ വൈറസ് ഇസ് എഫ്രീഡ് ഓഫ് മീ. ഹൂ ആം ഐ? കുറച്ച് ലെറ്റേഴ്സും തന്നിട്ടുണ്ട് അവർ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ദാറ്റ് ഈസ് സാനിറ്റൈസർ. അപ്പോൾ റിഡിൽസ് എപ്പോഴും മിക്കവാറും എളുപ്പമുള്ളതാണ് വരുന്നത്. നല്ലോണം ആലോചിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടെത്താം. Next question, make a meaningful word from the letters given below and complete the sentence. A fat boy dash Anna's sport. Letters DUONCEP. സോ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. പൗൺസ്ഡ്, ജംപ്ഡ് എന്നുള്ള മീനിങ് വരുന്ന ആ വേർഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. Next question, some events from the story The Seed of Truth are given in 3 boxes. Select the one which is in the correct order. Write A, B or C. അപ്പം നമ്മൾ തന്നിട്ടുള്ള 3 വായിച്ച് നോക്കണം. ഏതാണ് കറക്റ്റ് ഓർഡറിലുള്ള അത് കണ്ടുപിടിച്ച് എഴുതണം. അപ്പം ആദ്യത്തെ A നോക്കാം. ഹി വാട്ടേർഡ് ആൻഡ് മെന്യൂർഡ് ഇറ്റ് ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് സ്പ്രൗട്ട്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും അത് കറക്റ്റ് ഓർഡറിലല്ല. ഇനി അടുത്തത് നോക്കാം. പിംഗല ചേഞ്ച് ദ സോയിൽ ആൻഡ് ട്രാൻസ്ഫർ ദ സീഡ് ടു അനദർ പോട്ട്. അതും നമുക്കറിയാം കറക്റ്റ് ഓർഡറിലല്ല. ഫസ്റ്റ് റീഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. ഇനി തേർഡ് വൺ നോക്കൂ. സി നോക്കൂ. പിംഗല ഗോട്ട് എ സീഡ് ഫ്രം ദ കിങ്. ഹി സോഡ് ഇറ്റ് ഇൻ എ പോട്ട്. ഹി വാട്ടേർഡ് ആൻഡ് മെന്യൂർഡ് ഇറ്റ് ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് സ്പ്രൗട്ട്. പിംഗല ചേഞ്ച് ദ സോയിൽ ആൻഡ് ട്രാൻസ്ഫർ ദ സീഡ് ടു അനദർ പോട്ട്. അതാണ് കറക്റ്റായ ഓർഡറിലുള്ള. അപ്പം അവർ ആൻസർ ഇസ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ ഓഡ് വൺ. സോയിങ്, മെന്യൂറിങ്, സെയിലിംഗ്, റീപ്പിംഗ്. സോയിങ് എന്ന് പറഞ്ഞാൽ വിതയ്ക്കുക അല്ലേ. മെന്യൂറിങ് എന്ന് പറഞ്ഞാൽ വളമിടുക. സെയിലിംഗ് എന്ന് പറഞ്ഞാൽ കപ്പൽ യാത്രയാണ്. റീപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിളവെടുക്കുക, അപ്പോൾ അല്ലെങ്കിൽ കൊയ്യുക. അപ്പോൾ അതിൽ അഗ്രികൾച്ചറിനോട് അനുബന്ധിച്ച 3 വേർഡ്സും സെയിലിംഗ് മാത്രം
വ്യത്യാസമല്ല. അപ്പോൾ സെയിലിംഗ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഅറേഞ്ച് ദ വേർഡ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ ടു ഗെറ്റ് എ മീനിങ് സെൻറ്റൻസ്. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എപ്പോഴും SVO ലോജിക്കലി തിങ്ക് ചെയ്യണം. സബ്ജക്റ്റ് ആദ്യം നോക്കുക ഏതാണ്, അതായത് നൗണോ പ്രോനൗണോ നോക്കുക. പിന്നെ വേർബ് നോക്കുക, ആക്ഷൻ വേർഡ് എന്താണ് അവിടെ പറഞ്ഞത്, പിന്നെ ഒബ്ജക്റ്റ് നോക്കുക. ആ രീതിയിൽ അറേഞ്ച് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ നോക്കൂ, ലേൺഡ് ഐ ദ ലാംഗ്വേജ് ഓഫ് ഹാവ് ബേർഡ്സ് ഇവാൻ സെറ്റ്. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? ഇവാൻ സെറ്റ് ഐ ഹാവ് ലേൺഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. Next question, fill in the blanks with a suitable word given in the bracket. Ivan was a dash boy. Naughty, bright, dull, foolish. അപ്പം നമുക്കറിയാം ഇവാൻ നല്ല ബ്രില്യൻറ്റ് ബോയ് ആയിരുന്നു, അല്ല ഇൻ്റലിജൻറ്റ് ബോയ് ആയിരുന്നു. അപ്പം ഇൻ്റലിജൻറ്റിൻ്റെ മീനിങ് വരുന്നത് ബ്രൈറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ, പിക്ക് ഔട്ട് ദ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സം ബേർഡ്സ് സിങ് സ്വീറ്റ്ലി, ദാറ്റ് ഇസ് കറക്റ്റ്. ഓൾ ബേർഡ്സ് ഹാവ് ബീക്സ്, ദാറ്റ് ഇസ് ഓൾസോ കറക്റ്റ്. ഓൾ ബേർഡ്സ് ക്യാൻ ഫ്ലൈ ഹൈ, ദാറ്റ് ഇസ് റോങ് അല്ലേ. സം ബേർഡ്സ് ആർ വൈറ്റ് ഇൻ കളർ, അതും കറക്റ്റാണ്. അപ്പോൾ ഓൾ ബേർഡ്സ് ക്യാൻ ഫ്ലൈ ഹൈ എന്നുള്ളതാണ് റോങ്. നമുക്കറിയാം എല്ലാ പക്ഷികൾക്കും ഹൈ ആയിട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയും ആൻസേഴ്സൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ബൈ. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. താങ്ക് യു.